ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കൊച്ചി റീച്ചിലെ അവസാനത്തെ വീഡിയോ ആണ്. കൊച്ചി റീച്ച് തുടങ്ങുന്ന തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് എടപ്പള്ളി കഴിഞ്ഞ് ഒബ്രോൺ മാളിൻ്റെ അവിടെയാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ എടപ്പള്ളി ROBൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ വരാപ്പുഴ ഒരു ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചിട്ട് പുതിയ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. ഈ റീച്ചിലെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ 2 അണ്ടർപാസ് പുതിയതായിട്ട് ഫ്ലൈ ഓവർ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് കൂനമാവാണ്. കൂനമാവിൽ നിന്നും നമ്മൾ നേരെ എടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ കൂനമാവ് ടൗൺ കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് തിരുമുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈനേജ് അത്ര നല്ല രീതിയിൽ ഇവിടെ നിന്നും വർക്ക് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് സർവീസ് റോഡിൽ കാണുന്നത്. ഇവിടെയൊക്കെ എന്താ റോഡിന്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുക കേട്ടോ. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ പണികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് 6 വരിപ്പാത പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടന്നിട്ടില്ല കേട്ടോ. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ചെറിയ തോതിൽ നടക്കുന്നുമുണ്ട്. അപ്പൊ ഇതാണ് തിരുമുപ്പം അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ചോദിച്ചൊരു കാര്യമാണ് എടപ്പള്ളി ടു നമ്മുടെ പറവൂർ വരെയുള്ള ദേശീയപാത 66 യാത്ര എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്തു കൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്. പല സ്ഥലത്തും 6 വരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ള സർവീസ് റോഡിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തിരുമുപ്പം അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ 6 വരിപ്പാതയുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സർവീസ് റോഡിൽ കൂടെയാണ് എപ്പോഴും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈനേജും വലിയൊരു വിഷയം തന്നെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഈ ഡ്രൈനേജിന് മുകൾ ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യുന്നത് സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്കിന് ഇടയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുമുപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ തിരുമുപ്പം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കടമക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് വലത് ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഈ അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടും അപ്രോച്ച് റോഡിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് നേരെ നമ്മൾ കൂനമാവിൽ നിന്നും എടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എടപ്പള്ളി എന്ന് വെച്ചാൽ വരാപ്പുഴ പാലം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കൂനമാവ് ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ചെറിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ഇവിടെ താഴ്ന്ന പ്രദേശം ഉണ്ട് കേട്ടോ. അവിടെയാണ് മണ്ണിട്ട് ഉയർത്തുന്നത്, അല്ലാണ്ട് അപ്രോച്ച് റോഡിന്റെ വർക്കല്ല നടക്കുന്നത്. അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 6 വരി പാലമാണ്. അതിൻ്റെ 2 ഭാഗത്തും സർവീസ് റോഡും ഉണ്ട്. പാലത്തിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ രാവിലെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഈ റോഡിലൊക്കെ. അപ്പോൾ ഇവിടെ പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് സർവീസ് റോഡ് റെഡി ആയിട്ടില്ല. അതൊക്കെ വലിയൊരു വിഷയം തന്നെയാണ്. കാരണം പഴയ റോഡിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ പണി നടക്കുന്ന സമയത്തുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് നന്നായി അനുഭവപ്പെടുന്നുമുണ്ട്. ഇനി അടുത്തത് വരാപ്പുഴ പാലം കേട്ടോ. വരാപ്പുഴ പാലം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയതായിട്ട് 3 വരി പാലം നിർമ്മിച്ചിരിക്കുകയാണ്. ഈ വരാപ്പുഴ പാലം എന്ന് പറഞ്ഞാൽ കാൻഡിലിവർ ബ്രിഡ്ജ് കേട്ടോ. ഇതിനു മുൻപ് നമ്മൾ സുഹൃത്ത് വരാപ്പുഴ പാലത്തിന്റെ വീഡിയോ കണ്ട സമയത്ത് ചോദിച്ചിരുന്നു നിങ്ങൾ കാൻഡിലിവർ കാണിക്കാത്ത എന്താണ്. ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾ കാണിച്ചിരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വരാപ്പുഴയിൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്ത് പുതിയതായിട്ട് 3 വരി പാലം നിർമ്മിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. പഴയ പാലം ഇവിടെ ബലം കൂട്ടുന്നുണ്ട്. അതിന് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥലത്തും നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്ത് പുതിയതായിട്ട് 3 വരി പാലം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പം നിലവിലെ പാലം 2 വരിയാണ്, പുതിയതായിട്ട് നിർമ്മിച്ച പാലം 3 വരിയാണ്. അപ്പം ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വരിയാണല്ലോ നമ്മളെ ഈ റോഡ്. അപ്പം 3 വരി പാതയിൽ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് 2 വരി ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ മലപ്പുറം ജില്ലയിൽ ചിലപ്പം ഒരു സൈഡിലായിട്ട് പുതിയതായിട്ട് ഒരു പാലം നിർമ്മിക്കും. പക്ഷെ കോഴിക്കോട് നല്ല മാറ്റമുണ്ട്. കോഴിക്കോട് നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്ത് 3 വരി പാലം നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്ത് പഴയ പാലത്തിൻ്റെ ഇപ്പുറത്ത് പുതിയതായിട്ട് പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വരാപ്പുഴ പാലം. ഇതാണ് കാൻഡിലിവർ ബ്രിഡ്ജ്. പഴയ പാലത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് പുതിയതായിട്ട് പാലം നിർമ്മിച്ചിരിക്കുന്നതും. ഇപ്പം നിലവിൽ പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് ഭാഗം കണ്ടോ, അതാണ് കാൻഡിലിവർ കേട്ടോ. അതിൻ്റെയൊക്കെ നിർമ്മാണം വലിയ സംഭവം തന്നെയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെയൊക്കെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്തുള്ള പാലത്തിന്റെ പണിയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും പഴയ പാലം ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ ഈ അടുത്ത് നിങ്ങളൊരു അപകടം കേട്ടില്ല, കുറ്റിപ്പുറം ഭാഗത്ത് ഒരു ബസ് ക്രാഷ് ബാരിൽ വന്ന് ഇടിച്ചത്. 27 പേര് വാഹനത്തിലുണ്ടായിരുന്നു, അതിലൊരാൾ മരിച്ചു, ചില ആളുകൾക്ക് പരിക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും ഫുള്ളായിട്ട് ആ വാഹനം നശിച്ചു പോയി. ഒന്നാമത് നല്ല മഴയാണ്, അതിൽ വണ്ടി ചവിട്ടിയിട്ട് കിട്ടാതെ അമിത വേഗതയാണ്, ഏകദേശം 130-140 കിലോമീറ്റർ വേഗതയിലാണ് ആ ബസ് വന്നിരുന്നത്. ഇപ്പൊ ഇങ്ങനെ അമിത വേഗതയിൽ പോകുന്ന ബസ്സിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ അതിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് പ്രതികരിക്കേണ്ടത്. നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് നോക്കിയാൽ മതി, സ്പീഡോമീറ്റർ നോക്കിയാൽ മതി, എത്ര കിലോമീറ്റർ വേഗതയിലാണ് ആ വാഹനം ഓടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പറയണം, ഒന്നിൽ ബസ് ഡ്രൈവർ എടുത്ത് അല്ലെങ്കിൽ കണ്ടക്ടർ എടുത്ത് പറയണം ബസ്സിന്റെ വേഗത കുറയ്ക്കണം എന്നുള്ളത്. അല്ലാതെ ഇതിനൊരു നടപടിയില്ല, നമ്മൾ യാത്രക്കാരനെ തീരുമാനിക്കാൻ വേണം. പിന്നെ പോലെ തന്നെ ദേശീയപാത പണികൾ പൂർത്തീകരിച്ച് പല ഭാഗത്തും തുറന്നു കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെയൊക്കെ വാഹനം ഓടുന്നുണ്ട്. മഴക്കാലമാണ്, വെള്ളക്കെട്ട് പല സ്ഥലത്തുമുണ്ട്. അപ്പം ദയവ് ചെയ്ത് അമിത വേഗതയിൽ വാഹനം ഓടിക്കരുത്. 80 കിലോമീറ്റർ വേഗതയാണ് നിലവിൽ ദേശീയപാതയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സൈഡിലൊക്കെ സൈൻ ബോർഡുകളുണ്ട് എത്ര കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിക്കേണ്ടത് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മളെ ചേരനെല്ലൂർ ഫ്ലൈ ഓവറാണ്. ചേരനെല്ലൂർ ഫ്ലൈ ഓവറിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അപ്രോച്ച് റോഡിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും 6 ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ നേരെ കുരമാവ് ഭാഗത്ത് വന്നിട്ട് നേരെ എടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് കുറച്ചെങ്കിലും മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്, പക്ഷെ പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ ചെമ്മണ്ണാണ് ഉപയോഗിച്ചത്. ഇവിടെയൊക്കെ നല്ല വിഷയം തന്നെയായിരുന്നു. മണ്ണിന്റെ പുഴയിൽ നിന്നും ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ടുവന്നിട്ടാണ് പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തിയിരുന്നത്. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടെയാണ് വാഹനം ഓടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല സ്ഥലത്തും വാഹനങ്ങൾ സർവീസ് റോഡിന്റെ ഡ്രൈനേജിന് മുകൾ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുന്നതാണ്. അപ്പൊ അതൊക്കെ നിയമലംഘനം തന്നെയാണ്. ഇതൊക്കെ പോലീസുകാർ കണ്ട ഫൈൻ ഇടുന്നതുമാണ്. അങ്ങനെ ചേരനെല്ലൂർ ഫ്ലൈ ഓവർ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് 6 വരിപ്പാതയുടെ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജിന്റെ വർക്കും സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരിനും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും പെയിന്റിംഗ് വർക്ക് നടന്നിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും നടക്കാനുണ്ട്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോയിരിക്കുന്നത് കേട്ടോ. എന്തായാലും വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ചില ഭാഗങ്ങളിൽ ഇനി വർക്ക് നടക്കാണ്ട്. ഇനി അടുത്ത് വരുന്നത് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കുന്നുംപുറം അണ്ടർപാസ് കേട്ടോ. ഈ കുന്നുംപുറം അണ്ടർപാസിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി അത് അണ്ടർപാസ് അല്ല, ഇനി അത് ഫ്ലൈ ഓവർ ആണ്. അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിലെ അണ്ടർപാസിന്റെ 2 ഭാഗവും നീട്ടം കൂട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല അണ്ടർപാസുകളും ഇപ്പോൾ ഫ്ലൈ ഓവറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ റോഡിൽ കൂടിയും വാഹനം ഓടുന്നുണ്ട് കേട്ടോ. പണികൾ നല്ല വേഗതയിൽ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ കേജും പൈൽ ലൈനറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൈൽ കേജ് ഉടനെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ വർക്കുകൾ എന്ന് വെച്ചാൽ മഴക്കാലം ആകുമ്പോഴാണ് ഇതുപോലത്തെ പണികളൊക്കെ ലാഗാവണത്. എന്തായാലും ഞാൻ പറഞ്ഞ നേരത്തെ ഏകദേശം 2027 അവസാനമാകുമ്പോഴേക്കും നമ്മൾ ഈ എറണാകുളം റീച്ചിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് വാഹനം പൂർണ്ണമായിട്ട് ഇതിൽ കൂടെ ഓടുക കേട്ടോ. അപ്പൊ ഇതാണ് കുന്നുംപുറം അണ്ടർപാസ്. ഇതിന്റെ നിർമ്മാണം തന്നെ ഏകദേശം ഫ്ലൈ ഓവറിന്റെ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഇതിപ്പോ താൽക്കാലികമായിട്ട് അണ്ടർപാസ് ആയി നിൽക്കുകയാണ്. ഇനി അത് നേരെ ഫ്ലൈ ഓവറായി മാറും കേട്ടോ. അപ്പൊ നല്ലൊരു മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവർ വന്നാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അണ്ടർപാസ് വരുന്ന സമയത്ത് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് 2 ഭാഗത്തും അപ്രോച്ച് റോഡ് വരുന്നത് അത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വേണം. അപ്പൊ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ ഫ്ലൈ ഓവർ വരുന്ന സമയത്ത് ഇതിന്റെ അടിഭാഗത്ത് കൂടെ ജനങ്ങൾക്ക് 2 സൈഡിലേക്കും കൂളായിട്ട് കടന്നു പോകാം. ഇനി അടുത്ത് എടപ്പള്ളി ROB ആണ്. ROBന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ ആലോചിക്കുന്നത്, നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് ആ സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ സ്ഥാപിക്കുന്ന വലിയ ചർച്ചയാണ്. എത്രങ്ങാനും യൂട്യൂബർമാരാണ്, ഞാനൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടോ, ഇന്ന് വെക്കും നാളെ വെക്കുന്നു. കാരണം 2-3 പ്രാവശ്യം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിന്നാണ്, ലോഞ്ച് ചെയ്യാൻ നിന്നാണ്. പിന്നീട് പല കാരണങ്ങളായിട്ട് ടെക്നിക്കൽ എറർ കാരണം അത് നീട്ടി വെക്കുകയാണ്. പക്ഷെ എന്തായാലും ഇത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കാര്യമായിട്ട് ആരും അറിഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. മലപ്പുറത്തെ വിഷയമായിരുന്നു വലിയ സംഭവം. കുറ്റിപ്പുറം ROB വലിയൊരു സംഭവം തന്നെയായിരുന്നു അതിന്റെ ലോഞ്ചിങ് ഒക്കെ ആയിട്ട്. എന്തായാലും അവിടെ ലോഞ്ചിങ് കഴിഞ്ഞ് വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എടപ്പള്ളി ROBന്റെ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല. 2 ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇവിടെയും മറുഭാഗത്ത് 3 വരി പാലമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് 2 വരും, മറുഭാഗത്ത് 3 വരിയുമാണ്. ഈ ഭാഗമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ കാര്യമായിട്ട് പണിയൊന്നും നടന്നിട്ടില്ലല്ലോ. 2 ഭാഗത്തും നോക്കിയാൽ കാടൊക്കെ മൂടി കിടക്കണം. സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം ഒരു ഭാഗത്ത് പൂർത്തീകരിച്ച് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടുള്ള 2 അടിപ്പാതകൾ വന്നിരിക്കുന്നത്. പക്ഷെ അടിപ്പാതകളല്ല, ഈ എടപ്പള്ളി ലുലു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, അതിന്റെ മുൻഭാഗത്ത് വന്ന അണ്ടർപാസ് ഇനി അണ്ടർപാസ് അല്ല, അതും ഫ്ലൈ ഓവർ ആയിട്ട് മാറുകയാണ്. ഇവിടെ ഇപ്പോൾ സൈഡിൽ നിർമ്മിച്ച ക്രാഷ് ബാരൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാലം നീളം കൂട്ടുകയാണ്. അപ്പോൾ അതിനോടനുസരിച്ച് വർക്ക് നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്
ഇവിടെ സൈഡിൽ ക്രാഷ് ബാരർ പൊളിക്കുന്നുണ്ട്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലുലു കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നീല ബിൽഡിംഗ് ആട്ടോ, അതിന്റെ മുൻഭാഗത്താണ് ഇപ്പോൾ ഫ്ലൈ ഓവർ നിർമ്മാണം നടക്കണം. പിന്നെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം. അത് ഇനി ഈ 2 അടിപ്പാതകൾ മാറിയിട്ട് ഇനി ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് യൂ ടേണുകൾ ആയിരിക്കും. അതൊക്കെ നന്നായിട്ട് നോക്കണം നിങ്ങൾ. ഇപ്പം നിലവിൽ ഒരു അണ്ടർപാസ് മാത്രമേ ഇവിടെ ഫ്ലൈ ഓവർ ആയിട്ടുള്ള വർക്ക് നടക്കുന്നുള്ളൂ. നമ്മളെ ഒബ്രോൺ മാളിന്റെ മുമ്പത്തെ അണ്ടർപാസിന്റെ അവസ്ഥ എന്താണെന്നുള്ള ചിലപ്പോൾ അതും ഇതേമാതിരി ഫ്ലൈ ഓവർ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പൊ ലുലുവിന്റെ അവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിലുള്ള വാഹനത്തിന് നേരെ ചാവക്കാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കളമശ്ശേരി റോഡിൽ നിന്ന് വരാന്ന് വെച്ചോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് എടുത്ത് നേരെ ഒബ്രോൺ മാളിന്റെ അവിടെ പോയിട്ട് അവിടെ അണ്ടർപാസ് ആണെങ്കിൽ അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ആണ്, ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തോടെ തിരിഞ്ഞ് വന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാവക്കാട് റോഡിൽ എത്തുള്ളൂ. അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വാഹനത്തിന് നേരെ കളമശ്ശേരി ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. നമ്മൾ എടപ്പള്ളി നിലവിലെ പാലത്തിന്റെ അടിഭാഗത്തോടെ വന്നിട്ട് ലുലു കോർപ്പറേറ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് വീണ്ടും വരിക. എന്നിട്ട് പിന്നീട് ലുലു മാളിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ കളമശ്ശേരി ഭാഗത്തേക്ക് പോകാം. അങ്ങനെ മൊത്തത്തിൽ ഇനി ഒരു യൂ ടേണിന്റെ കാലമാണ് നമ്മൾ ഈ എടപ്പള്ളി ജംഗ്ഷനിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പണികൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരുമോ നമുക്ക് നോക്കട്ടെ. കാരണം പല സ്ഥലത്തും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂ ടേണുകൾ സ്ഥാപിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇനി നേരെ വന്നിരിക്കുന്നത് നമ്മൾ നേരെ എടപ്പള്ളി പാലം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ 2 ഭാഗത്തും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജുകൾ നിർമ്മിച്ചിരിക്കുന്നു. സർവീസ് റോഡ് നല്ല രീതിയിൽ തന്നെ പണിതുകൊണ്ടിരിക്കുന്നു. ഏകദേശം കുറേ ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി നടന്നിരിക്കുന്നുണ്ട്. ഡ്രൈനേജിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒബ്രോൺ മാളിന്റെ അവിടെ വന്ന അണ്ടർപാസ്. ഇപ്പൊ അത് അണ്ടർപാസ് ആണ്. ഇത് നീട്ടം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ ഓവർ ആവട്ടോ. എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്രോച്ചിന്റെ പണികളൊന്നും നടന്നിട്ടില്ല. അതിനു മുമ്പ് ഒരാൾ ചോദിച്ചിരുന്നു എടപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ടല്ലേ ഈ റീച്ച് അവസാനിക്കുക. അങ്ങനെയല്ല, എടപ്പള്ളി റീച്ച് വന്ന് അവസാനിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാഷണൽ ഹൈവേ 544 വന്ന് അവസാനിക്കുന്നത് എടപ്പള്ളി ജംഗ്ഷനിലാണ്. അതുപോലെ തന്നെ നമ്മളെ NH66 ക്രോസ് ചെയ്ത് പോകുന്നതും ഈ എടപ്പള്ളി ജംഗ്ഷനിൽ കൂടി കേട്ടോ. അപ്പൊ ഇതാണ് ഒബ്രോൺ മാൾ. ഇടതുഭാഗത്ത് കണ്ട നിങ്ങൾ ഒബ്രോൺ മാൾ വരെയാണ് ഈ റീച്ച് ഉള്ളത്. കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള റീച്ച്. എന്തായാലും ദേശീയപാത 66 പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എറണാകുളം റീച്ചിന്റെ കാര്യം പറയണട്ടാ. എന്തായാലും യാത്ര ചെയ്യാൻ വളരെ സുഖമായിരുന്നു. കാരണം നമ്മൾ ഇവിടെ നിന്നൊക്കെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. എടപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടാൻ ഏകദേശം പറവൂര് വരെ. പിന്നെ അതുപോലെ തന്നെ ഇനി പുതിയൊരു പാലം കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു, നമ്മളെ എടപ്പള്ളി ടു അരൂര് വരെ. അതുകൂടി വന്ന് കഴിഞ്ഞാൽ അടിപൊളിയാവും. നമ്മളെ യാത്ര വളരെ സുഖമായിരിക്കും. അപ്പം നേരെ നമുക്ക് എടപ്പള്ളിയിൽ നിന്നൊക്കെ നേരെ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകണ്ടില്ല, ഒറ്റ പോകാണ്ട് പോകാൻ പറ്റും NH66 ഓപ്പൺ ആയി കഴിഞ്ഞാൽ. പക്ഷെ എന്ന് പോകാൻ സാധിക്കും? നമ്മളൊക്കെ വിചാരിച്ച് 2025 പണികൾ പൂർത്തീകരിച്ച് ഫുള്ളായിട്ട് നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു. 2026 കഴിയാത്ത മാതിരിയാണ്. അപ്പൊ 2027 ഇനി പ്രതീക്ഷിക്കാട്ടോ. വെറും പ്രതീക്ഷകൾ മാത്രമാവത് ഇരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത 66 എറണാകുളത്ത് നടന്ന വർക്കുകൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.